തുടർച്ചയായ അഞ്ചാം ദിവസവും സ്വർണ്ണ വിലയിൽ കുറവ്. ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് 6935 രൂപയായി. പവന് 880 രൂപ കുറഞ്ഞ് 55,480 രൂപയുമായി. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രദീപ്, ഈ കുറേ കല്യാണങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഒരു മാസമാണ്. അവിടെ ഇങ്ങനെ സ്വർണ്ണവില കുറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. എന്തൊക്കെയാണ് ഈ വ്യത്യാസത്തിന് കാരണം? അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവാണ് ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില കുറയാൻ കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 5 ദിവസങ്ങളായി തുടർച്ചയായി സ്വർണ്ണവില താഴേക്ക് തന്നെയാണ്. 120 രൂപയുടെയും 110 രൂപയുടെയും ഒക്കെ കുറവാണ് ഗ്രാമിന് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ എന്തായിരുന്നാലും ഏതാണ്ട് 65,000 രൂപ വരെ നൽകേണ്ടിരുന്ന അവസ്ഥയായിരുന്നു ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഏതാണ്ട് 60,000 രൂപയ്ക്ക് ഒരു പവൻ സ്വർണ്ണാഭരണം കിട്ടുമെന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. ഒരു പവൻ സ്വർണ്ണത്തിന്, അതായത് ആഭരണമല്ലാതെയുള്ള സ്വർണ്ണത്തിന് ഏതാണ്ട് 55,000 രൂപയ്ക്ക് ലഭ്യമാകുമെന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. അമേരിക്കൻ തിരഞ്ഞെടുപ്പിലെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ മുതൽ സ്വർണ്ണവില താഴേക്കായിരുന്നു. ഇപ്പോഴും അതേ തുടർന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേരിയ തോതിലെങ്കിലും ഒരു അയവ് ഉണ്ടായിരിക്കുന്നു എന്നതും ഇത്തരത്തിൽ സ്വർണ്ണവില കുറയാൻ കാരണമായി പറയുന്നു. നേരത്തെ വലിയ തോതിൽ വിദേശ ബാങ്കുകളും മറ്റും സ്വർണ്ണം വാങ്ങിക്കൂട്ടിയിരുന്നു. ഇപ്പോൾ അതിന് ചെറിയ കുറവ് വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഈ ചാഞ്ചാട്ടം തുടരും എന്ന് തന്നെയാണ് വിപണി വൃത്തങ്ങൾ നൽകുന്ന സൂചന.